ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാൺകെടോ കുമാരാ നീ. തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായോരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവേനിവനെ ഞാൻ വൈകാതെ, ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായോരു ദാസൻ. മെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടു കൊണ്ടാകാശെ പോകുന്ന നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ. ഞാനുമപ്പോൾ പുഷ്ടവേദനയോടു ഭൂമിയിൽ വീണേനല്ലോ. നിൻ തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായ നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിണ നിത്യവും ഉൾക്കാമ്പിൽ വസിക്കേണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാൻ അവനുടൽ. ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലെ. നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം. നിൻ തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം. പുണ്യപൂരുഷ പുരുഷോത്തമാദയാനിധേ. നിൻ തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായ മാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിൻ തിരുമേനി ഘനശ്യാമളമഭിരാമം. അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധൂകസുമസമ തൃക്കരതലം തന്നാൽ
ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൻ, മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു. ഭക്തവാത്സല്യ പരവശാലർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെയെടുത്തുത്സംഗസീമനി ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ, കാഷ്ഠങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു, പിന്നെ സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരൂഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരിഗതാ പത്മമകുട പീതാംബരാധ്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധ ഗാത്രത്തോടുമുയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായു സ്തുതി. അഗണ്യ ഗുണമാധ്യമവ്യയമപ്രമേയം അഖില ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. महित कटाक्ष विक्षपितामरशुजं रहितावधि सुखमिन्दिरा मनोहरं श्यामलं जडामगुडोज्ज्वलं चापशरकोमलकराम्बुजं प्रणतोऽस्म्यहं रामं भुवनकमनीयरूपमीडितं शतरविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्चयसेव्यं प्रणतोऽस्म्यहं रामं भवकाननदवदहननामधेयं भवपङ्कजभवमुखदैवतं देवं धनुजपदिकोटिसहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं भवभावनादूरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परं भवसागरतरणां कृपोदकं नित्यं भवनाशयानिशं प्रणतोऽस्म्यहं रामं शिशिरगिरिसुधाहृदयाम्बुजवासं गिरिनायकधरं गिरिपक्षारिसेव्यं सुमसञ्जयधनुजेन्द्रसेवितपादं सुरभमणिनिभं प्रणतोऽस्म्यहं रामं परदारार्थपरिवर्जितमनीषिणां परपूरुषगुणभूतिसन्तुष्टात्मनां परलोकैकहितनिरतात्मनां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामं स्मितसुन्दरविकसितवक्त्राम्बोरुहं स्मृतिगोचरसिताम्बुदकळेबरं सितपङ्कजचारुनयनं रघुवरं क्षितिनन्दिनीवरं प्रणतोऽस्म्यहं रामं ജലപാത്രൗഘസ്ഥിതര രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടിസുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമാത്മാരാമം
പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു. പരമിസ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ. നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം. ഭക്ഷസി വക്ത്രം കാലും തലയുമില്ലതാനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരാ നാം കൽപ്പിതം ധാതാവിനെന്താ എന്നാൽ അതുവരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം. രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരും ഉണ്ടായിലിതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സത്പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം. രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായോരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിനതു നേരമതിമായാവി. നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ. നേരോടെ പറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും. നിൻ തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിൻ തിരുവടി തന്നെ മുന്നിലാമാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം. രൂപയൗവനതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി. സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകെന്നാൻ. തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു. നിൻ ബാഹുക്കളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷ. ശതകോടിയാൽ തലയറുത്തു ശതമഖൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണം.
അതബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ. വധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്ത്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയ. സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും. ഉത്തമോത്തമ രഘുനായകാദയാനിധേ വഹ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിടുവൻ. മേദിനി കുഴിച്ചതിലിന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുത്ഥിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുര ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൾമയർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കബന്ധസ്തുതി. നിൻ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കേണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം. ബന്ധവു മറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം. അവ്യക്തമതിസൂക്ഷ്മമായോരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകമന്യൽ സകലദൃശം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം. ഭാവനാവിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യവ്രതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥ തേത് ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ. ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ഡമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോലോകമിങ്ങതിന്മീതെ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗത്പ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ. ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്ത്രമായതു വഹ്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ. നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപങ്ക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടിസ്തവാപാംഗമോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ.
സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാഠികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ രോമങ്ങളാകുന്നതും ത്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസെന്നറിയണം. പുഷ്ടമാം മഹിമതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരിപ്പോന്നിരിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാവേഷുകരം ജഡാവൽക്കല വിഭൂഷണം കാനനേ വിചിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ. ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിൻ തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവതത്വമെങ്ങനെയറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമ. രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രിസേവ്യ പാഹി മാം ദയാനിധേ. നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജവിലോചന സന്തതം നമസ്കാരം. യുദ്ധമർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലെടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതും. ഭക്തനാം നിനക്കഥപതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലാം മാറു കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. ത്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായെപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബരി പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടാന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സമ്പദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകയാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടു വാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു
പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയപ്പോകാതെയാനിതേ. രാഘവൻ അതു കേട്ടു ശബരിയോട് ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദ്യാധ്യയന ക്ഷേത്രോപവാസയാഗാധ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവേൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം, പിന്നെ മത്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മദ്ഗുണേരണം, പിന്നെ മദ്വജോ വ്യാഖ്യാതൃത്വം. മത്കലാജാതാചാര്യോപാസന അഞ്ചാമതും പുണ്യശീലത്വം. നിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വം ഏഴാമതും. എട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും. മദ്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ, ചിത്തശുദ്ധിക്കു മൂലമാദി സാധനം നൂനം. ഉക്തമായിതു ഭക്തി സാധനം നവവിധം, ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ. തിര്യക്യോനിജാതികൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമതബോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തബോധനേ. ജാനകി മാർഗമറിഞ്ഞീടിൽ നീ പറയേണം കേനവ നീതാ സീതാമൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടോരു ശബരിയും ആകുലമകലുമാരാധരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാ തണ്ടലർ മകളെ ഞാൻ. മുന്നിലാം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തത്പുരോഭാഗെ പശ്യ പർവ്വതവരമൃഷ്യമൂകാഖ്യം. തത്ര വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സാകേതമായി അനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ
പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ, സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവത്പാദപങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവ മേ, തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തമുക്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കേണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും, ശ്രീരാമപാദാംബുജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം, ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം, ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഇത്തധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഓം സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ഇതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.